Then give me your phone. ഇവള് നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ടു ദിസ് ആൻഡ് ഇട്ട് കഴിഞ്ഞ് കോൾ മീ. ശരി പോക്കോ, അത് തണുത്തു പോവും. ശരി. എന്താ നീ എന്തിനാ കോണ്ടാക്ട് സേവ് ആക്കിയേ? നമ്പർ പറഞ്ഞു കൊടുത്താ മതിയായിരുന്നല്ലോ. അത് പിന്നെ പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഓ ശരിക്കും പാവം നീ അല്ലേ ദേവ? ആ അതെ, പോകുമല്ലേ? വേറെ ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ല, വിട്ടു. നല്ല നൂഡിൽസ് ആണല്ലേ? ആ അടിപൊളി. നീ കാശിട്ടായിരുന്നോ? ഇല്ല, അപ്പൊ എന്റെ കയ്യിൽ നമ്പർ ഇല്ലായിരുന്നു. ജീവ ബ്രോയുടെ നമ്പർ ഇല്ലേ നിന്റെ കയ്യില്? ചേട്ടായിയുടെ അല്ല, ആനന്ദ് ബ്രോയുടെ. ആനന്ദ് ബ്രോയും ഉണ്ടായിരുന്നോ? ആ, എനിക്ക് നമ്പർ സേവ് ആക്കി തന്നു, കാശിട്ടിട്ട് വിളിക്കാനും പറഞ്ഞു. അതെന്താ, ജീവ ബ്രോയ്ക്ക് അയച്ചാ പോരെ? അല്ല, എന്തിനാ വിളിക്കുന്നേ? ആവോ, വിളിക്കണോന്ന് പറഞ്ഞു. ഇത് റൂട്ട് വേറെയാ മോളെ, നീ ഒന്ന് സൂക്ഷിച്ചോ. മരിയാന്നൊക്കെ പുള്ളി വെറുതെ പറയുന്നതാ. ഒന്ന് പോവാന്നു, അതൊന്നും ആവില്ല. നീ അതും വിചാരിച്ചിരുന്നു? എനിക്കവിടെ പേടിയാവുന്നു. ഒരു മെസ്സേജ് അയച്ചിട്ട് വെക്കാം. ഒരു മെസ്സേജ് അയക്കാനാണോ നിനക്ക് ഇത്രയും പേടി? ഇനി അങ്ങേരെങ്ങാണ്ടും അത് കിട്ടുന്നെങ്കിൽ നിന്റെ അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യ. ഓ, ഞാനൊന്നും പറയുന്നില്ല. മെസ്സേജോ? അത് ശരി, ഇപ്പൊ ശരിയാക്കി തരാം. ആനന്ദ് ബ്രോ വിളിക്കുന്നു. എനിക്ക് പേടിയാന്നു, പ്ലീസ് ഒന്നെടുക്ക്. എന്നെ രാത്രി തെറിയേൽപ്പിക്കണമെന്നെന്തോ? ഞാൻ പാവല്ലേടി, പ്ലീസ് അന്നു, ഞാൻ പേടിച്ച് ചത്തു പോവും. അതല്ലേ ഇപ്പൊ തന്നെ എന്റെ ഹൃദയം പുറത്തു വരും. അതുപോലെ ഇടിക്കുന്നേ. ശരി താ. കർത്താവേ, എന്റെ ചെവി കാത്തോണേ. ഹലോ. ഹലോ. ഹായ് ബ്രോ, ഞാൻ അലീനയാ. പൈസ കേറിയില്ലേ? ഇത് നിന്റെ ഫോണാണോ? അല്ല. ഓക്കെ അലീന, I wanna talk to her. Can you? Sure bro. ഇന്നാ ബ്രോക്ക് നിന്നോട് സംസാരിക്കണം. വേണ്ട, പിടിക്ക് പെണ്ണേ, എനിക്ക് വഴക്ക് കിട്ടും. ഹലോ മീര, നിന്റെ കോളൊക്കെ അവളാണോ അറ്റൻഡ് ചെയ്യാറ്? അല്ല. Didn't I tell you to call me once you pay? Then why message? Sorry. കഴിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഗുഡ്. ഓക്കെ then. അയ്യോടാ വെക്കല്ലേ, താ. എന്നോട് സംസാരിച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കി 100 നാവാ പെണ്ണിന്. ഫൈനലി 2 മാസം കഴിഞ്ഞു. ഒന്നും മാറിയിട്ടില്ല. അവരെല്ലാം പഴയതുപോലെ തന്നെ. ഇന്ന് മരിയ സേവ്യർ തിരിച്ചെത്തി. ഒരു ആക്സിഡന്റിന് ശേഷം 2 മാസം അവൾ വിശ്രമത്തിലായിരുന്നു. അപ്പോൾ ആനന്ദ് ഇപ്പോഴും സിംഗിൾ ആണ്. വൺ നൈറ്റ് സ്റ്റാൻഡിനൊക്കെ പോകാറുണ്ട്, പക്ഷെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. എന്നാൽ ഇനി കഥയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുവാണേ. സ്റ്റോറി അല്പം ഡാർക്ക് ആക്കും. പേടിക്കണ്ട, യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ദേവ, മരിയ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി യു ആർ നോട്ട് ഈവൻ എക്സൈറ്റഡ്. പിന്നെ എന്തിനാ ദേവ? ആര് പറഞ്ഞു? ഐ എം ഹെൽ എക്സൈറ്റഡ്.
മരിയ സേവ്യർ ആനന്ദിന്റെ അതേ ക്ലാസ് ആണ്. നല്ല ബോൾഡ് ക്യാരക്ടർ, റിച്ച്, പ്രെറ്റി, സാവേജ്. ആനന്ദിന്റെ ഒരു ലേഡി വേർഷൻ ആണെന്ന് പറയാം. ഇപ്പോൾ സിംഗിൾ, ഒരു സീക്രട്ട് ക്രഷ് ഉണ്ട്, ആടെ വഴിയെ പറയാം. പിന്നെ ഇത്രയും കാലം ആനന്ദ് ഇവിടെ എന്താണ് നോക്കാത്തതെന്ന് ചോദിച്ചാൽ ഇതുവരെ ഉള്ളതെല്ലാം അവൻ ഇങ്ങോട്ട് വന്നതാ. ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ടൈം ലുക്കിംഗ് ഫോർ എ ഗേൾ. സോ ഷീ ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ, ബട്ട് ലെറ്റ്സ് സീ വാട്ട് ഷീ ഈസ് ഇൻടു. ഹായ് മരിയ, എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ജീവ? മരിയ, ക്ലാസ്സിന് ശേഷം I wanna talk to you. ഷുവർ ആനന്ദ്. Finally, now the real game begins. വന്നോന്ന് ക്ലാസ് ഭയങ്കര ബോറാവുന്നുണ്ടല്ലേ? പരീക്ഷ എടുക്കാറായപ്പോഴാണോ നിനക്ക് ബോറടിക്കുന്നത്? എന്താണെന്നറിയില്ല, എല്ലാവരും പെട്ടെന്ന് സീരിയസ് ആയ പോലെ. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ലീവ് അല്ലേ? എനിക്കിപ്പോഴേ ടെൻഷനാ. ഈ ക്യാബേജ് തോരന് ഒരു രുചിയുമില്ല, സോ ഡാർക്ക്. അതിന്റെ ക്യാരറ്റ് അല്ലേ? ആണോ? അതെ. ഞാൻ നിൽക്കണോ? വേണ്ട ജീവ, നീ അവരുടെ കൂടെ പോക്കോ. ഞാനൊന്ന് സെറ്റൊക്കെ ആക്കി പതുക്കെ വരാം. നോക്കു ദേവ, നീ ജെന്യൂൻ ആയിട്ടാണെങ്കിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ നോ വേർഡ്സ്. ഇപ്പോൾ എന്തായാലും നോ വേർഡ്സ്, ബട്ട് എനിക്ക് ഫ്യൂച്ചർ അറിയില്ല. സോ 50-50. ഓ ശരി, ഞാൻ പോട്ടെ. ഓക്കെ. ഹായ്. ഹായ്. നോക്കൂ മരിയ, എനിക്ക് ഈ വളച്ചു കെട്ടി പറയുന്ന ശീലമില്ല, അതുകൊണ്ട് ഞാൻ നേരെ പറയാം. ഐ വാണ്ട് ടു ഡേറ്റ് യു. എന്താ? I thought you won't go for girls. It's always them coming, right? യെസ്, ബട്ട് then I noticed you and now it's different. Sorry Anand, I'm not interested. What? എനിക്കറിയാം, പരമാവധി 2 ആഴ്ച വരെ നീണ്ടുപോകും. യു വിൽ യൂസ് മീ ആൻഡ് എനിക്ക് കുറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ തരും. ഒരു ലേബിളും, ആനന്ദിന്റെ ഗേൾഫ്രണ്ട്. ദ റിയാലിറ്റി ഈസ്, എനിക്കിതൊക്കെ സ്വന്തമായി ചെയ്യാൻ കഴിയുമ്പോൾ why should I? നിനക്ക് എത്ര സമ്പത്തുണ്ട്? I bet you that I can buy you things that you never imagined buying. Yes you can. അതിന്റെ പേരിൽ എന്തായാലും ഞാൻ എനിക്ക് ലാഭമില്ലാത്തൊന്നും ചെയ്യില്ല. Trust me, ഇത് നീ എടുക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും. Prove me then. നീയാണ് എനിക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന്. ഇതാണ് പെണ്ണ്, ചുമ കരഞ്ഞു പിഴിഞ്ഞിരിക്കാതെ നല്ല റെഡ് ചില്ലി പോലെ. ഓക്കെ, അക്സെപ്റ്റഡ്. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ ടു പ്രൂവ്? ഇന്നിപ്പോ ടൈം പോയി, നാളെ പറയാം. കൂൾ, കാണാം. ഓക്കെ, ബൈ. ഒരു സ്ട്രെയിറ്റ് നോയിൽ തീരേണ്ട കാര്യം ഇത്രയും ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ചലഞ്ച്.